ഹായ്, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുകയാണ്. കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങളായിട്ട് അത് ഷെയർ ചെയ്യാമെന്ന് കരുതി. സംഭവം മറ്റൊന്നുമല്ല, ഇവിടെ തിരുവനന്തപുരത്ത് 30-ാം തീയതി നടന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാര്യമാണ്. നിങ്ങൾ പലരും പല റീൽസ് കണ്ടിട്ടുണ്ടാകും. ഇഷ്ടംപോലെ ആൾക്കാർ തിങ്ങിക്കൂടിയ ഒരു ഈവൻ്റ് ആയിരുന്നു. ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പങ്കെടുത്ത പലരെ എനിക്കറിയാം. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് അവർ അറ്റൻഡ് ചെയ്തത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അവർ അറിയുന്നത് ഒരു വാക്ക്-ഇൻ ഇൻ്റർവ്യൂ ആണെന്നുള്ളത്. വാക്ക്-ഇൻ ഇൻ്റർവ്യൂ പലപ്പോഴും പല സമയങ്ങളിൽ പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നതാണ്. പക്ഷേ അതൊക്കെ ഭയങ്കര ഓർഗനൈസ്ഡ് രീതിയിലാണ് സാധാരണ കണ്ടുപോകുന്നത്. പക്ഷേ ഇത് അങ്ങനെ അല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അവിടെ കണ്ണൂരിൽ നിന്നാണ് വന്നത്, വേറെ ഒരുത്തൻ മലപ്പുറത്തു നിന്നാണ് വന്നത്. പിന്നെ അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്നുണ്ടായിരുന്നു, ചെന്നൈയിൽ നിന്നുണ്ടായിരുന്നു, പല ഡിസ്ട്രിക്റ്റിൽ നിന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഫ്രഷേഴ്സ് തൊട്ട് എക്സ്പീരിയൻസ് കാറ്റഗറി വരെ അവർ ഹയർ ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നില്ല എന്നുള്ളത്. ഈ ഫ്രഷേഴ്സൊക്കെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആകുമ്പോഴത്തേക്ക് പാരൻസും വീട്ടുകാരൊക്കെ ആയിട്ടായിരിക്കും അവർ വരുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് അവരുടെ പറഞ്ഞത് ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ ഇല്ല, നിങ്ങൾ CV ഇട്ടിട്ട് പൊക്കോളൂ, 1 മാസം കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ. ഇതൊന്നും ആലോചിച്ച് നോക്കി, ഇത് ഏത് രീതിയിൽ നമുക്കിത് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റും? ഇത് ക്രൂരതയല്ലേ? അവരോട് ഒരു തൊഴിലന്വേഷകനോട് കാണിക്കുന്ന ഒരു ഇൻസൾട്ടല്ലേ? അത് ഇത്രയും ദൂരം ഇത്ര എഫേർട്ടും പൈസ പോട്ടെ, സമയവും എഫേർട്ടും ഇതിനു വേണ്ടി അത് മാനസികമായിട്ട് അത് പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് CV ഇട്ടിട്ട് പോകുന്ന പറയുന്നത് വെറും എന്ത് പറയാൻ, എനിക്ക് അതിനൊരു വാക്ക് എനിക്ക് കിട്ടുന്നില്ല ആക്ച്വലി പറയാനായിട്ട്. അപ്പോൾ ഇതിനൊരു സിസ്റ്റം വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ എൻ്റെ റീൽസിൽ പലരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഈ ഒരു ക്രൗഡ് മാനേജ്മെൻറ്റിന് പോലും ഒരു സിസ്റ്റം ഇല്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആരും ഉത്തരവാദിത്തം പറഞ്ഞേനെ. ഗവൺമെൻറ് തലത്തിൽ തന്നെ ഇതിനൊരു പ്രൊസീജിയർ കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് വന്ന കൂട്ടുകാരാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് പറയുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്നു, ഇൻ്റർവ്യൂ നടന്നിട്ടില്ല. വൈകുന്നേരമാണ് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടില്ല, വിട്ടോളൂ എന്ന് പറഞ്ഞത്. അപ്പം അവർക്ക് ആ മെയിൽ വന്നത് എന്ത് ബേസിസിലായിരുന്നു എന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ട്രിവാൻഡ്രം കറങ്ങിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഇനി കറങ്ങാനുള്ള മാനസികാവസ്ഥയിലല്ല, ട്രിവാൻഡ്രം ഒന്ന് ഇനി പറഞ്ഞാൽ തന്നെ ട്രോമയാണ്. അതൊന്ന് ആലോചിച്ചൊക്കെ ഒരു നാടിന് തന്നെ ഒരു ചീത്തപ്പേര് വരുന്ന രീതിയിലൊരു ഇവൻ്റാണ് വന്നിരിക്കുന്നത്. ഈ ടെക്നോളജി യുഗത്തിൽ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് 100-ൽ പരം ഐഡിയകൾ എനിക്കിത് കേട്ടപ്പോൾ തന്നെ പല കാര്യങ്ങൾ തോന്നി. ഇതാണെങ്കിൽ പ്രീ സ്ക്രീനിങ് വെക്കാം. ഇൻ്റർവ്യൂവിനെ കണ്ട് 4 പേരും കണ്ടേ ഉണ്ടായിരുന്നുള്ളതാണ് പറയുന്നത്. ഈ 1500 പേർക്ക് കേട്ടോ. ഇതൊരു ഏവിയേഷൻ ഇതാകുമ്പോഴത്തേക്ക് ഇത്ര ആൾക്കാർ ടേൺ ഔട്ട് ഉണ്ടാവുമെന്ന് അവർ പ്രതീക്ഷിക്കണമായിരുന്നു. ഇത് ആദ്യമായിട്ടെല്ലാം നടത്തുന്നത് മുംബൈ, ചെന്നൈ, കൊച്ചിയിലൊക്കെ ഇതേപോലെ ഡ്രൈവ്സ് നടത്തുമ്പം ക്രൗഡ് വന്നത് എത്രയാണെന്നും ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പം ഇവർക്ക് എന്താ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, ഇങ്ങനൊരു ഇത്രയും ക്രൗഡ് വരുമെന്നുള്ളൊരു ബോധം അവർക്കില്ലേ? പ്രീ സ്ക്രീനിങ് നടത്തി അവർക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് അവർക്ക് ഓരോരുത്തർക്ക് ഓരോ സമയമായിട്ട് കൊടുത്ത് വിട്ടുകൂടെ? 7-8 റോളിനാണ് അവർ ഹയർ ചെയ്തത്. ആരും കൂടെ ഒറ്റ സമയം കൊടുക്കാതെ പലർക്കും പല സമയം കൊടുത്തുകൂടെ? ഇനി ഒരു വെന്യൂലാണെങ്കിൽ അതിന് പല വെന്യൂ ആയിട്ട് തിരിച്ച് അവർക്ക് ചെയ്തുകൂടെ? പക്ഷേ ഇതൊന്നും അവർ ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ ഇത് വെറും പ്രഹസനമായിരുന്നോ, അത് ശരിക്കും ഒരു ഹയറിങ്ങിന് വേണ്ടി നടത്തിയ ഇൻ്റർവ്യൂ ആയിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുവരെ ബൈ.